بسم الله والحمد لله والصلاة والسلام على رسول الله أما بعد فهذا هو الدرس الثاني والعشرون ഇരുപത്തിരണ്ടാമത്തെ പാഠം ഇതിൽ നമ്മൾ കാണുന്നത് ഹാലാത്തുൽ മുദാരി അസ്സലാസ ഫിഅൽ മുദാരിന്റെ മൂന്ന് ഹാലത്തുകളാണ്. ആദ്യത്തേത് അൽ മുദാരിഉൽ മർഫൂഉ. ഇതാണ് ഫിഅൽ മുദാരിന്റെ അസ്ല്. ഫിഅൽ മുദാരി മർഫൂ ആണ്, അസ്ലായിട്ടുണ്ടാവുക. പിന്നെ ഫിഅൽ മുദാരി അൽ മൻസൂബ്, അതേപോലെ തന്നെ അൽ മുദാരിഉ അൽ മജ്സൂം. അൽ മുദാരിഉ അൽ മർഫൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അലാമത്തു അസ്ലിയായിട്ടുള്ള അലാമത്ത് ദമ്മ ആണ്. മൻസൂബ് എന്ന് പറഞ്ഞാൽ ഫത്ഹ, മജ്സൂം എന്ന് പറഞ്ഞാൽ സുക്കൂൻ. അപ്പോൾ നമ്മുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടാവേണ്ടത്? മർഫൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ വരേണ്ടത് ദമ്മയും, മൻസൂബ് എന്ന് പറഞ്ഞാൽ ഫത്ഹയും, മജ്സൂം എന്ന് പറഞ്ഞാൽ സുക്കൂനും. ഇതാണ് അലാമ അസ്ലിയായിട്ടുള്ള അലാമ. അതിന് മറ്റുള്ള അലാമത്തുകളുണ്ട്, അത് നമ്മൾ ഈ ഒരു ചാർട്ടിൽ കാണുന്നതാണ്. ആദ്യം ഇവിടെ കാണിക്കുന്നത് ഹാമിദുൻ യദ്ഹബു. ഹാമിദ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ പേരാണ്, അത് മുഫ്രദാണ്, ഒന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാവുന്നത് മുദക്കർ മുഫ്രദാവുമ്പോൾ ഹാമിദുൻ യദ്ഹബു അതിൻ്റെ അലാമത്ത് ദൊമ്മയായിട്ട് വരും. ഫിഅല് യാ വെച്ച് തുടങ്ങും, ദൊമ്മാണ് അതിൻ്റെ അലാമത്ത്. അങ്ങനെയാണ് ഫിഅൽ മുദാരി മർഫൂ ആവുമ്പോൾ. ഇനി അത് മൻസൂബ് ആവുമ്പോൾ ഹാമിദുൻ മസലൻ ലൻ യദ്ഹബ. മൻസൂബ് ആവണമെങ്കിൽ അതിൻ്റെ നാസിബ് ആയിട്ടുള്ള, അതിൻ്റെ അദാത്തായിട്ടുള്ള, അതിനായിട്ടുള്ള ഒരു ടൂളുണ്ട്, അതാണ് അതിൽപ്പെട്ടതാണ് ലൻ. അതിൽ മറ്റുള്ള നവാസിബുകളുണ്ട്. അപ്പോൾ ലൻ ചേർക്കുമ്പോൾ യദ്ഹബു എന്നുള്ളത് ഫത്ഹയായി മാറും, ലൻ യദ്ഹബ. ഇനി മജ്സൂം ആവുമ്പോൾ ലം ചേർത്താൽ, ലമ്മാണ് ജാസിമിൻ്റെ ഒരു അല്ലെങ്കിൽ മജ്സൂം ചെയ്യേണ്ട, ഫിഅൽ മുദാരി മജ്സൂം ചെയ്യേണ്ട അതിൻ്റെ ഒരു ജാസിമിൽപ്പെട്ടാണ് ലം ചേർത്താൽ യദ്ഹബ് സുക്കൂൻ വരും. അപ്പോൾ ഹാമിദുൻ യദ്ഹബു, ലൻ യദ്ഹബ, ലം യദ്ഹബ്, ദമ്മ ഫത്ഹ സുക്കൂൻ. അത് എപ്പോഴാണ് ആവുക? അത് ഇവിടെ മുഫ്രദ് മുദക്കർ ആവുമ്പോൾ ഇങ്ങനെ വരും. ഇനി അതിൻ്റെ ജംഅ് അത്തുല്ലാബു. തുല്ലാബ് എന്ന് ഉദ്ദേശിക്കുന്നത് ജംഅാണ്, ജംഅ് മുദക്കറാണ്. അപ്പോൾ തുല്ലാബ് യദ്ഹബു എന്നുള്ള യദ്ഹബൂന എന്ന് വരും. യദ്ഹബൂന എന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ ഫിഅൽ മുദാരി മർഫൂവിൻ്റെ അലാമത്ത് ഈ നൂനാണ്. ഇതിന് സുബൂത്തു നൂൻ എന്ന് പറയും. ഈ നൂനാണ് ഫിഅൽ മുദാരി മർഫൂവിൻ്റെ റഫ ആവുന്നതിൻ്റെ അലാമത്ത്. ഈ വാവ് എന്ന് പറയുന്നത് അത് ജംഅ് ആവുന്നതിൻ്റെ അലാമത്താണ്. യാനി ഇവിടെ യദ്ഹബൂന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജംഅ് ആണ്. ഈ ഒരു ഫിഅലിൻ്റെ ഫായിലായിട്ടാണ് വാവ് വരിക ഇവിടെ, യദ്ഹബൂന. തുല്ലാബല്ല ഫായില്, തുല്ലാബ് ഇവിടെ മുബ്തദയാണ്, ഈ വാവാണ് ഫായില്. ഈ വാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുല്ലാബ് തന്നെയാണെങ്കിലും ഫായിലായിട്ട് പറയാം ഈ വാവാണ്. പക്ഷെ ഇതിൻ്റെ മർഫൂവിൻ്റെ അലാമത്ത് എന്താണ്? നൂനാണ്, ഈ സുബൂത്ത് നൂൻ. അപ്പം ഇറാബ് ചെയ്യുമ്പോൾ ഫിഅൽ മുദാരി മർഫൂഅൻ വഅലാമത്തു റഫഇഹി സുബൂത്തു നൂൻ എന്ന് പറയും. ഫിഅൽ മുദാരി മർഫൂ ആവുന്നതിൻ്റെ അലാമത്ത് ഈ നൂനാണ്. ഇങ്ങനെ നൂന് വരുമ്പോൾ മൻസൂബിലും മജ്സൂമിലും ആ നൂനിനെ കളയുന്നതാണ്. ആ കളയുന്നതാണ് അതിൻ്റെ അലാമത്ത്. ഹദ്ഫ് നൂൻ എന്ന് പറയും. ലൻ യദ്ഹബൂ, ആ നൂനിനെ കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞതിന് ശേഷം ഒരു അലിഫോടെ ചേർക്കും. ആ അലിഫിൻ്റെ പേരാണ് അലിഫുൽ ഫാരിഖ. അത് ചേർക്കുന്നതിൻ്റെ കാരണം വാവ് കൊണ്ട് അവസാനിക്കുന്ന ചില ഫിഅലുകളുണ്ട്, അതിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മസലൻ യദ്ഉ എന്നുള്ള ഫിഅല് ദഅ യദ്ഉ, അതിൻ്റെ അവസാനം വാവ് കൊണ്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അലിഫ് ചേർക്കുന്നത്. അപ്പം ലൻ യദ്ഹബു, ഈ ലൻ യദ്ഹബു ഇത് ഫിഅൽ മുദാരി മൻസൂബാണ്. നമ്മൾ ഇതിൻ്റെ ഇഅ്റാബിൽ പറയും ഫിഅൽ മുദാരിഉൻ മൻസൂബുൻ ബിലൻ. ലൻ കൊണ്ടാണ് ഇത് മൻസൂബാവുന്നത്. എന്നിട്ട് അതിൻ്റെ അലാമത്ത് പറയും വഅലാമത്തു നസ്ബിഹി ഹദ്ഫുൻ നൂൻ. ഈ നൂനെ കളയുന്നതാണ് അതിൻ്റെ അലാമത്ത്. അതേപോലെ തന്നെ ഇവിടെയും അതേ ഇഅ്റാബാവും. ഫിഅൽ മുദാരിഉൻ മൻസൂബിന് പകരം മജ്സൂമുൻ ബിലം, ലം കാരണം കൊണ്ടാണ് മജ്സൂം ആവുന്നത്. വഅലാമത്തു ജസ്മിഹി ഹദ്ഫുൻ നൂൻ, അതിൻ്റെ ജസ്മിൻ്റെ അലാമത്ത് നൂനെ കളയുന്നതാണ്. അടുത്തത് അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞത് മുഫ്രദ് മുദക്കർ കഴിഞ്ഞു.
അത് ദമ്മയാണ് അലാമത്ത് മർഫൂവിന്. മൻസൂബിന് ഫത്ഹയും മജ്സൂമിന് സുക്കൂനും. ഇനി ജമ മുദക്കർ സുബുത്തു നൂനാണ് മർഫൂവിൻ്റെ അലാമത്ത്. മൻസൂബിനും മജ്സൂമിനും ഹദ്ഫാണ്, ആ നൂനെ കളയുന്നതാണ്. ഇനി മുഫ്രദ് മുഅന്നസ് ആമിനതു തദ്ഹബു, അത് മുഫ്രദ് മുദക്കറിൻ്റെ അതേപോലെ തന്നെയാണ് അലാമത്ത്. ദമ്മ മർഫൂയിലും മൻസൂബിലും മജ്സൂമിലും ഫത്ഹയാണ്. അപ്പോൾ ആമിനതു തദ്ഹബു എന്ന് പറയും. പിന്നെ ലൻ തദ്ഹബ ലം തദ്ഹബ്, അങ്ങനെയാണ് മൻസൂബിനും മജ്സൂമിനും വരുന്നത്. ഇനി അതിൻ്റെ ജമ്മ ആണെങ്കിൽ അത്വാലിബാത്തു യദ്ഹബ്ന, യദ്ഹബ്ന, ഈ നൂന് സുബുത്തു നൂനല്ല, ഈ നൂന് എന്താണ്? അത് നൂനുൻ നിസ്വയാണ്. അത്വാലിബാത്തു യദ്ഹബ്ന, അത് ഇത് ഫിഅൽ മുദാരി ഇവിടെ മബ്നിയാണ്. ഫിഅൽ മുദാരി ഇതിൻ്റെ അസ്ലിൽ മുഅറബാണ്. മുഅറബും മബ്നി എന്ന് പറഞ്ഞാൽ മുഅറബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം മാറുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ദമ്മ ഫത്ഹയാവുന്നത്, സുക്കൂനാവുന്നത്, സുബുത്തു നൂന് മാറുന്നത് അങ്ങനെ. പക്ഷേ ഹുന്ന എന്നുള്ള ദമീറിൻ്റെ കൂടെ അഥവാ ജംഅ മുഅന്നസ്, അത് ഗായിബ് ആവുമ്പോഴും മുഖാത്തബ് ആവുമ്പോഴും രണ്ട് സ്ഥലത്തും അത് നൂനുൻ നിസ്വ ചേർന്ന് വരുമ്പോൾ ഫിഅൽ മുദാരി എന്താവും? മബ്നിയാവും. മബ്നി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവസാനം നോക്കൂ, ഈ നൂനിന് മുമ്പ് വരുന്നതാണ് ഫിഅൽ മുദാരി. യദ്ഹബ്, അതിൻ്റെ അവസാനം മബ്നിയായിട്ട് സുക്കൂനായിട്ട് തന്നെ ഉണ്ടാവും, അതൊരിക്കലും മാറില്ല. അത് കാരണം കൊണ്ട് മർഫു ആയാലും മൻസൂബ് ആയാലും മജ്സൂം ആയാലും ഏതൊരു ഹാലത്തിലായാലും അത് യദ്ഹബ്ന എന്നുള്ള രീതിയിൽ ആണ് വരിക. അതുകൊണ്ടാണ് അത്വാലിബാത്തു യദ്ഹബ്ന, ലൻ യദ്ഹബ്ന, ലം യദ്ഹബ്ന, ഒരു മാറ്റവും അതിൽ വരില്ല. അടുത്തത് മുഖാത്തബിലോട്ട് പോകാം. അപ്പോൾ ഇതുവരെ കണ്ട നാലും ഗായിബാണ്. ഗായിബാണ് ഇതിൽ പറയാത്ത സംഭവം മുസന്നയാണ്. മുസന്ന രണ്ടായിട്ട് വന്നാൽ ഇവിടെ മുഫ്രദായി മുഫ്രദ് മുദക്കറും ജമ മുദക്കറും മുഫ്രദ് മുഅന്നസും ജമ മുഅന്നസും കൊടുത്തിട്ടുണ്ട്, മുസന്ന കൊടുത്തിട്ടില്ല. അടുത്തത് മുഖാത്തബിലോട്ട് പോകുമ്പോൾ അൻത തദ്ഹബു, അൻത എന്ന് പറയുമ്പോൾ ഒരു മുഫ്രദ് മുദക്കർ ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ അൻത തദ്ഹബു, നീ പോവുകയാണ് എന്ന് പറയുമ്പോൾ അത് ദമ്മയാണ് അതിൻ്റെ അലാമത്ത്, മർഫൂവിൻ്റെ അലാമത്ത്. മൻസൂബിലോട്ട് വരുമ്പോൾ ഫത്ഹയാവും, ലൻ തദ്ഹബ. മജ്സൂമിലോട്ട് വരുമ്പോൾ ലം തദ്ഹബ്, സുക്കൂനാണ് അതിൻ്റെ അലാമത്ത്. ഇനി ജമ ആക്കുമ്പോൾ അൻതും തദ്ഹബൂന, അപ്പോൾ സുബൂത്തു നൂനാണ് അലാമത്ത്, അൻതും തദ്ഹബൂന. ഇനി അത് മൻസൂബാക്കുമ്പോൾ ലൻ തദ്ഹബു, നമ്മൾ ഇവിടെ കണ്ട പോലെ തന്നെ ലൻ യദ്ഹബു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ലൻ തദ്ഹബു, നിങ്ങൾ എല്ലാവരും പോവുകയില്ല. ലൻ പോവുക, അത് ഫ്യൂച്ചറിൽ നഫി ചെയ്യുകയാണ് ഇവിടെ. ലൻ തദ്ഹബു അർത്ഥത്തിൽ ലൻ തദ്ഹബു എന്ന് പറയുമ്പോൾ. ഇനി അത് മജ്സൂം ആക്കുമ്പോൾ ലം തദ്ഹബു, രണ്ട് സ്ഥലത്തും നൂനിനെ ഹദ്ഫ് ചെയ്യുകയാണ്, അതിനെ കളയുകയാണ്. അപ്പോൾ അൻതും തദ്ഹബൂന എന്ന് പറയുമ്പോൾ ഇവിടെ ഫിഅൽ മുദാരി മർഫൂഉൻ വ അലാമത്തു റഫീഇ സുബൂത്തു നൂൻ എന്ന് പറയും. ഫിഅൽ മുദാരി മർഫൂആണ്, അതിൻ്റെ റഫിൻ്റെ അലാമത്ത് ഈ നൂനാണ്. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ ഈ വാവ് എന്താണ്? ഇതാണ് ഫായില്. ശരിക്കും ഇവിടെ വാവ് അത് അൻതുമിലോട്ട് തിരിച്ചു പോകും. അത് വാവല്ല, ഇതിൻ്റെ മർഫൂഇൻ്റെ അലാമത്ത് നൂനാണ്. ആ നൂനെ മൻസൂബിൽ കളയും. അപ്പോൾ ഇവിടെ പറയുന്നത് തദ്ഹബു എന്ന് പറയുന്നത് ഫിഅൽ മുദാരി മൻസൂബുൻ ബിലൻ, ലൻ്റെ കൊണ്ടാണ് മൻസൂബാവുന്നത്. വ അലാമത്തു നസ്ബിഹി ഹദ്ഫുൻ നൂൻ, അതിൻ്റെ നസ്ബ് ചെയ്യുന്നതിൻ്റെ അലാമത്ത് ആ നൂനിനെ കളയുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് മൻസൂബുൻ ബിലൻ എന്ന് പറയാൻ കാരണം ഈ ലന്നാണ് ഫിഅൽ മുദാരിനെ ഇവിടെ മൻസൂബാക്കുന്നത്. ഇതിൻ്റെ അസ്ൽ എന്താണ്? തദ്ഹബൂന എന്നാണ്. ഇനി ആ തദ്ഹബൂന എന്നുള്ള മുദാരിയിൽ നിന്ന് എന്തുകൊണ്ടാണ് മൻസൂബാവുന്നത്? ലന്ന് കാരണം കൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഇഅ്റാബിൽ ഫിഅൽ മുദാരി മൻസൂബുൻ ബിലൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറയുമ്പോൾ എന്ത് പറയും? ഫിഅൽ മുദാരിഉൻ മജ്സൂമുൻ ബിലം, ഫിഅൽ മുദാരിയാണ്, അത് മജ്സൂമാണ്. എന്ത് കാരണം കൊണ്ട്? ലം കാരണം കൊണ്ട്. വ അലാമത്തു ജസ്മിഹി, അതിൻ്റെ ജസ്മിൻ്റെ അലാമത്ത് എന്താണ്? ഹദ്ഫുൻ നൂൻ, നൂനെ കളയുന്നതാണ്. അടുത്തത് മുഅന്നസ് മുഖാത്തബാണ്. ഒരു മുഅന്നസിനോട് സംസാരിക്കുമ്പോൾ, നമ്മളിവിടെ ഇപ്പോൾ മുദക്കറിനോട് സംസാരിക്കുന്നുണ്ട്, മുഫ്രദും ജംഉം. ഇനി മുഫ്രദും ജംആയിട്ടുള്ളത് മുഅന്നസിനെ കാണും. അൻതി തദ്ഹബീന, നീ പോവുകയാണ്,
അത് ഒരു മുഅന്നസ് മുഫ്രദിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ തദ്ഹബീന, അവിടെ ഒരു നൂന് വരും. അൻതി തദ്ഹബീന. ഇവിടെ വരുന്ന യാന്റെ പേരാണ് യാ ഉൽ മുഅന്നസത്തിൽ മുഖാതബ. യാ ഉൽ മുഅന്നസ, മുഅന്നസിന്റെ സ്ത്രീയുടെ യാ അൽ മുഖാതബ. മുഖാത്തബ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് പേഴ്സൺ. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്? മുഖാത്തബ പറഞ്ഞാൽ സംസാരിക്കുന്നവരുടെ. അപ്പോൾ സംസാരിക്കുന്ന ഒരു മുഅന്നസിന്റെ യാ ആണ് ഈ കാണുന്ന യാ. ആ യാ വരുമ്പോൾ എന്താവും? സുബൂത്ത് നൂന് വരും. സുബൂത്ത് നൂന് വരും. ഇവിടെ എങ്ങനെയാണോ വാവ് വരുന്നത് അതേപോലെ തന്നെ ഇവിടെ യാ വരുന്നത്. പക്ഷേ ഈ വാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമ്മാണ്. ഈ യാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുഅന്നസാണ്, യാനി മുഫ്രദ് മുഅന്നസാണ്. അൻതി തദ്ഹബീന, ഈ നൂനാണ് സുബൂത്ത് നൂൻ. അതാണ് ഫിഅൽ മുദാരി മർഫൂഇന്റെ അലാമത്ത് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയും ഫിഅൽ മുദാരി മർഫൂഅൻ വഅലാമത്തു റഫഇ സുബൂത്തുൻ നൂൻ. സുബൂത്തുൻ നൂൻ ആണ് അതിന്റെ അലാമത്ത്. അതിന്റെ കാരണവും പറയും. ലിഅന്നഹു മുഫ്രദ് മുഅന്നസ് അൽ മുഖാതബ്. അവിടെ മുഫ്രദ് മുഅന്നസ് മുഖാതബ് വന്നുകൊണ്ടാണ് സുബൂത്തുൻ നൂൻ വരുന്നത്. തയ്യിബ്, ഇവിടെ ലൻ തദ്ഹബി, ഇതിന്റെ കൂടെ ലൻ ചേർക്കുമ്പോൾ എന്താ? ഈ നൂനെ ഹദ്ഫ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫിഅൽ മുദാരി മൻസൂബുൻ ബിലൻ വഅലാമത്തു നസ്ബിഹി ഹദ്ഫുൻ നൂൻ. കഴിഞ്ഞ ഇഅ്റാബിൽ പറഞ്ഞ പോലെ തന്നെ ലൻ കൊണ്ടാണ് ഫിഅൽ മുദാരി മൻസൂബ് ആവുന്നത്. അത് മൻസൂബ് ആവുന്നതിന്റെ അലാമത്ത് എന്താണ്? ഹദ്ഫുൻ നൂൻ. ഇനി ലം ചേർക്കുമ്പോൾ എന്താവുന്നു? അതേപോലെ തന്നെ നൂനെ ഹദ്ഫ് ചെയ്യുന്നു. അതാണ് അതിന്റെ മജ്സൂമിന്റെ അലാമത്ത്. ഇനി അൻതുന്ന, അൻതുന്ന എന്ന് പറയുന്നത് ഇത് മുഅന്നസ് ജമ്മാണ്, മുഖാത്തബിന്റെ മുഅന്നസ് ജമ്മാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ താലിബാത്ത് യദ്ഹബ്ന, ഹുന്ന എന്നുള്ളത് പറഞ്ഞത് അതേപോലെ തന്നെ ഇവിടെയും മബ്നിയായി മാറും. അവിടെ യദ്ഹബ്ന എന്നാണ്, ഇവിടെ തദ്ഹബ്ന. അപ്പോൾ ഇവിടെ ഈ നൂന് മബ്നിയാണ്. അതുകൊണ്ട് ലൻ തദ്ഹബ്ന ലം തദ്ഹബ്ന, ഒരു മാറ്റം വരത്തില്ല. എല്ലാത്തിലും അതേപോലെ തന്നെ വരും. അവസാനം നമ്മൾ ഇപ്പോൾ ഇതുവരെ ഗായിബും മുഖാത്തബും കഴിഞ്ഞു. ഗായിബ് എന്ന് പറയുമ്പോൾ തേർഡ് പേഴ്സൺ, മുഖാത്തബ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് പേഴ്സൺ. ഇനി ഫസ്റ്റ് പേഴ്സൺ, അതാണ് മുത്തക്കല്ലിം. അത് രണ്ടെണ്ണമാണ്, അന നഹ്നു. അവിടെ അന അദ്ഹബു ദൊമ്മയാണ് അലാമത്ത്. അപ്പോൾ ദൊമ്മയാവുമ്പോൾ അലാമത്ത് എന്തായി മാറും? മൻസൂബിൽ ലൻ അദ്ഹബ ഫത്ഹയായി മാറും, അതിൻ്റെ മൻസൂബിൻ്റെ അലാമത്ത്. അപ്പോൾ മജ്സൂമിൽ ലം അദ്ഹബ് സുക്കൂന് വരും. നഹ്നു നദ്ഹബു ദൊമ്മയാണ്, ലൻ നദ്ഹബ ഫത്ഹ, ലം നദ്ഹബ് സുക്കൂന്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ അലാമത്തുകൾ പറയുമ്പോൾ ദൊമ്മയായി അതിൻ്റെ അസ്ലായിട്ടുള്ള അലാമത്തായി വരുമ്പോൾ മർഫൂയിൽ മൻസൂബിൽ ഫത്ഹയും മജ്സൂമിൽ സുക്കൂനുമാണ്. ഇനി സുബൂത്ത് നൂനാണെങ്കിൽ അത് മൻസൂബിലും മജ്സൂമിലും ഹദ്ഫ് ചെയ്യപ്പെടുന്നതാണ്. ഇനി അത് മബ്നിയായി വരികയാണെങ്കിൽ അത് എല്ലായിടത്തും അതേപോലെ തന്നെ ഉണ്ടാവും, യദ്ഹബ്ന യദ്ഹബ്ന യദ്ഹബ്ന. അങ്ങനെ ഇതാണ് ഇതിൻ്റെ അലാമത്തുകൾ. ദൊമ്മ ഇവിടെ കൊടുത്തുള്ളത്, ദൊമ്മയുണ്ട്, അത് ഫത്ഹ അല്ലെങ്കിൽ സുക്കൂനാവും മൻസൂബിലും മജ്സൂമിലും. സുബൂത്ത് നൂനാണെങ്കിൽ അതിനെ കളയപ്പെടുന്നതാണ്. മറ്റുള്ളത് മബ്നിയുമാണ്. അതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്.